നമസ്കാരം. ഇവിടെ ജെംസ് പബ്ലിക് സ്കൂൾ കൂരിയാടാണ്. നമ്മുടെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇപ്രാവശ്യത്തെ 5th എഡിഷൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുകയാണ്. അതിൽ ഒരു 2 അവാർഡുകൾ നമ്മുടെ ജെംസ് സ്കൂളിലുണ്ട്. ഒന്ന്, കഴിഞ്ഞ 3 വർഷമായിട്ട് AI കോഡിംഗ് റോബോട്ടിക്സ് സക്സസ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു സ്കൂളാണ്. അതിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ്, സീനിയർ പ്രിൻസിപ്പളാണ് ഹഫ്സ മാം. അവർക്കുള്ള ഒരു ചേഞ്ച് മേക്കർ അവാർഡാണ്. ഈ ഒരു കാലത്ത് കോഡിംഗ് AI റോബോട്ടിക്സ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. അത് സക്സസ്ഫുള്ളായിട്ട് അവരത് മീറ്റ് ചെയ്തൊന്നും അതിന് അവർക്ക് പ്രൊഫസർ ചേഞ്ച് മേക്കർ അവാർഡ് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ലഭിക്കുകയാണ്. മാത്രമല്ല, വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് ഫ്രം ജെംസ് പബ്ലിക് സ്കൂൾ നമ്മുടെ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുള്ള നിമിഷമാണ് അല്ലേ? കാരണം ഒരു ടെക്നോളജിയിലെല്ലാം വളരെ മുന്നോട്ട് പോകുന്നൊരു കാലത്ത് അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അതെ, അതിനുള്ളൊരു അവാർഡ് തന്നെയാണ് അല്ലേ? ജെംസിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയിൽ മാത്രമല്ല സർ, അതായത് ജെംസിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. അക്കാഡമിക്സിലാണെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി ബേസിലാണെങ്കിലും ഈവൻ നമ്മുടെ ക്യാമ്പസും ഒരു വലിയൊരു മാറ്റത്തിന് മാതൃകയാകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷം ആ 2 വർഷം എല്ലാ സ്കൂളുകളും എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടപ്പം ഞങ്ങൾ ആ സമയം ആ 2 വർഷം ഫ്രൂട്ട്ഫുൾ ആക്കുകയായിരുന്നു. ശരിക്കും യൂസ് ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് വളരാൻ പറ്റും, കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് വിദ്യാഭ്യാസം ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നമ്മളൊക്കെ പഠിച്ച കാലത്ത് നിന്നല്ല, ആ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇന്നത്തെ ഒരു ന്യൂജൻ മെത്തേഡിലോട്ട് മാറ്റുമായിരുന്നു ജെംസ് മൊത്തത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു 3 വർഷം മുന്നേ നമ്മുടെ HK ട്രെൻഡ്സുമായി ചേർന്ന് സൈബർ സ്ക്വയർ ഫോളോ ചെയ്തു. അത് എല്ലാ ഇന്നോവേറ്റീവ് ഐഡിയാസിനും നമുക്ക് അതൊരു തുടക്കം കുറിക്കായിരുന്നു. അപ്പോൾ ജെംസിലെ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ജെംസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ലാംഗ്വേജിലാണെങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും ജെംസ് ഒരു മാതൃക കാണിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഈ അവാർഡ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് സർ. ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചേഞ്ച് മേക്കർ അവാർഡ്, ആ വാക്ക് ജെംസിന് ശരിക്കും സ്യൂട്ടബിൾ ആണ്. ചേഞ്ച് മേക്കർ ആയിരുന്നു. എവിടെയൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മളൊരു പരീക്ഷണം നടത്തായിരുന്നു. ക്യാമ്പസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. എല്ലാ കാര്യത്തിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം. അതിൻ്റെ ഒരു തുടർച്ച എന്നാണ് ഈ അവാർഡ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കൺസിഡറിങ് അസ്. സോ ഹാപ്പി. പിന്നെ ജെംസിലെ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. ഒരു കുട്ടി പങ്കെടുക്കുന്നുണ്ട്. കുട്ടി സെലക്റ്റഡ് ആണ്. ഗ്രേഡ് 2 ഒരു പുതിയ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം സെലക്റ്റഡ് ആണ്. നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാറത് കണ്ട് സെലക്ട് ആയിട്ടാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു അവസരം കൊടുത്തതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് സർ. നമ്മൾ 5th എഡിഷനാണ്. ആദ്യത്തെ എഡിഷൻ നടന്നത് ദുബായിലാണ്, പിന്നീട് സൗദി അറേബ്യ, ഇപ്പോൾ അമേരിക്കയിൽ MITയിൽ, ഇപ്പോൾ വീണ്ടും ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. ജെംസിൽ വരുമ്പോഴൊക്കെ പണ്ടും ജെംസിൽ വന്നിട്ടുണ്ട്. പക്ഷേ കോവിഡ് സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ ഒരുപാട് ഇന്നോവേറ്റീവ്, ബാക്കിയുള്ള ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗം തകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരു സമയത്ത് നമ്മൾക്കൊക്കെ മോർ ഇൻസ്പിറേഷൻ തന്ന ഒരു ക്യാമ്പസാണ്. കാരണം ആ ടൈമിലാണ് ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ, വലിയൊരു 3D സ്റ്റുഡിയോ തിയേറ്റർ ഇനാഗറേറ്റ് ചെയ്തത് ഹൃഷയ സിംഗ് സാറാണ്. അപ്പോൾ അതൊക്കെ ആ ടൈമിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് റൂംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ കോഡിംഗ് AI ആണെങ്കിലും ഒക്കെ ഇന്നോവേറ്റ് ചെയ്തൊരു സ്കൂളാണ്. തീർച്ചയായിട്ടും എല്ലാം അർഹിച്ച, അതിൻ്റെ ഒപ്പം തന്നെ ടെക്നോളജി കൂടി ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഓൺലൈൻ വളരെ ഫലപ്രദമായിട്ട് ചെയ്തൊരു സ്കൂളാണ്. തീർച്ചയായിട്ടും അർഹതയ്ക്കുള്ളൊരു അംഗീകാരമാണ്. വിഷ്വൽ തിയേറ്ററും സർ നമ്മൾ സാധാരണ സ്കൂളിൽ ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. അതായത് കുട്ടികൾ എന്ത് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു അത് കുട്ടികൾക്ക് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കണം നമ്മളെ തിയേറ്ററിൽ. എനിക്ക് തോന്നുന്നു സാറുമാണ് അതിൻ്റെ ഒരു പ്രചോദനം, നമുക്ക് ഇൻട്രാക്റ്റീവ് പാനൽ തരുന്നതും പിന്നെ ഒരു ഐഡിയ തരുന്നതും. അപ്പോൾ വിഷ്വൽ തിയേറ്ററിൻ്റെ ലക്ഷ്യം തന്നെ, നമ്മളൊക്കെ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പഠിച്ചത് ഒരുപാട് ബുക്കിഷ് നോളേജ് കിട്ടും, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ബൈ ഹാർട്ട് പഠിക്കും. പക്ഷെ അതല്ല, തിയേറ്ററിൽ നിന്ന് കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് എന്ത് പഠിക്കുന്നോ അത് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാകാനും സാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഓൾസോ. തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തും ഒരുപാട് കുട്ടികൾ ഇന്നോവേറ്റീവായിട്ട് കോഡിംഗ് AIയിലേക്ക് പുതിയ പ്രൊജക്ടുകളുമായിട്ട് മുന്നോട്ട് വരട്ടെ. എല്ലാ ആശംസകളും മാഡം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്.